കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇടുന്നത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിപ്പോ കേരളത്തിലുള്ള ഇവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? എന്റെ സ്വാതന്ത്ര്യമാണ്. എന്റെ ഇൻസ്റ്റാ പേജ്, എന്റെ ഫോണ്, എന്റെ റീല്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ നമ്മുടെ എല്ലാം പ്രിയ താരം, നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും ബിഗ് ബോസ് താരവും സ്റ്റേജ് സിംഗറുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിക്കുന്ന ചില വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രമുഖ താരം തന്റെ മാറിടം പരസ്യമായി തുറന്ന് കാണിച്ചു എന്നായിരുന്നു ആരോപണം. താരം പങ്കുവച്ച ഒരു റീൽസ്, ആ റീൽസുമായി ബന്ധപ്പെട്ട് മറ്റൊരു യുവതി റിയാക്ഷൻ ചെയ്യുന്നു. അതിനുശേഷം അത് വലിയ രീതിയിൽ വൈറലാവുന്നു. നിരവധി ആളുകൾ താരത്തെ ഏറിൽ കയറ്റി. താരത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിരവധി റിയാക്ഷൻ ചാനലുകളും ഒപ്പം തന്നെ നിരവധി ആളുകളുടെ കമന്റും വന്നു. എന്നാൽ ഇപ്പോഴത്തെ ഏറെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ താരം അതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? ഏറെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ് ആവശ്യം. എന്താണ് ഇവിടെ, ആർക്കാണ് പഴിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ താരം തന്റെ മാറിടം കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്? വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് ഇത് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ആരോപണം നേരിട്ട താരത്തിന്റെ ആ ഒരു പ്രസ്തുത വീഡിയോ വരട്ടെ. അതായത് നമുക്കറിയാം, നിരവധി ഉദ്ഘാടനങ്ങളുടെ തിരക്കുകളാണ് താരത്തിന് ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂരിലെ ഒരു ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങിയ താരം കാറിലിരുന്ന് ഒരു റീൽസ് ചെയ്തപ്പോൾ താരത്തിന്റെ സീറ്റ് ബെൽറ്റ് മാറ്റി താരത്തിന്റെ മാറിടം മറ്റുള്ളവർക്ക്, അതായത് അന്യപുരുഷന് കാണുന്ന രീതിയിലുള്ള ഒരു പ്രദർശന വസ്തുവായി തന്റെ ശരീരത്തെ താരം മാറ്റിയെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങൾ താരത്തിനെതിരെ ഉണ്ടായി. താരത്തിനെതിരെ വലിയ സൈബർ അറ്റാക്കുകളും ഉണ്ടായി. ഒരുപക്ഷെ ബിഷപ്പ് അടക്കമുള്ള, ഫിറോസ് അടക്കമുള്ള ആളുകൾ ഇത്തരം വീഡിയോകൾ കണ്ട് തല കുനിച്ചിട്ടുണ്ടാവാം. എന്താണ് താരം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്? ഏറ്റവും ഒടുവിൽ താരം പ്രതികരിച്ചിരിക്കുന്നു. വരട്ടെ. ചേച്ചി, ഈ ഇടയ്ക്ക് ഒരു ലേഡി യൂട്യൂബർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി കാറിലിരുന്ന് റീൽസ് ഇട്ടപ്പോ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു എന്താ പ്രതികരിക്കാറുള്ളത്? സീറ്റ് ബെൽറ്റ് പിന്നെ മാറ്റാതെ തലയെ കൊണ്ടിടാൻ പറ്റുമോ? ഇങ്ങനെയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ? പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടാണോന്നല്ലേ? സീറ്റ് ബെൽറ്റ് മാറ്റി കാണിക്കാനാണോ കാണിക്കാതെ എന്റെ സീറ്റ് ബെൽറ്റ് ഞാൻ ഇങ്ങനെ ഇടണോ അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ഇടണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ കാറിന് അത് കയറിയിട്ട് അവരുടെ സീറ്റ് ബെൽറ്റ് അല്ലല്ലോ ഞാൻ ഇട്ടത്. ഇതൊക്കെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതായത് ഇവിടെ താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത് ഓള സ്വാതന്ത്ര്യമാണ്. ഓള മാറിടം, ഓള വണ്ടി, ഓള സീറ്റ് ബെൽറ്റ് അതല്പം മാറ്റി കാണിച്ചത് ഓള സ്വാതന്ത്ര്യമാണ്. ഈ ഒരു വിഷയം ഇത്രയും അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് ഓള് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ? പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടാണോന്നല്ലേ? സീറ്റ് ബെൽറ്റ് മാറ്റി കാണിക്കാനാണോ കാണിക്കാതെ എന്റെ സീറ്റ് ബെൽറ്റ് ഞാൻ ഇങ്ങനെ ഇടണോ അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ഇടണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കാം. അതായത് താരം പറയുന്നത് ഇത് റീച്ചിന് വേണ്ടി തന്നെ താൻ കാണിച്ചാണ്. റീച്ച് കിട്ടാൻ വേണ്ടി അല്പം എക്സ്പോസ് ചെയ്യാൻ ഓള് തയ്യാറാവുകയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഓളെ ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്? അതായത് എനിക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരം കോമ്പറ്റ് ചെയ്യുന്നത് പ്രമുഖരായ താരങ്ങളോടാണ്. ആരൊക്കെയാണ് താരത്തിന്റെ പ്രധാന കോമ്പറ്റീറ്ററായി ഇപ്പോൾ ഉദ്ഘാടന മേഖലയിലുള്ളത്? ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ പ്രധാന എതിരാളി വരട്ടെ. സന്തോഷമുണ്ട്. ഹോട്ട് റെസ്റ്റോറന്റ് കൂൾബാർ നിങ്ങൾക്കൂടെ സമർപ്പിക്കാൻ പോവാണ്. അതായത് താരം ഇവിടെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. അതായത് വമ്പൻ എതിരാളികളുമായാണ് താരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതാരാണ്? നിന്റെ നുണക്കുഴിക്കാൻ കരളിതയാമ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA
അതായത് ഓളിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നും മലഞ്ചരക്ക് കയറ്റി വരുന്ന വലിയ പാണ്ടി ലോറി പോലെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അതിന്റെ മുമ്പിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ പോലെ ഓള് നിന്ന് കോമ്പറ്റീറ്റ് ചെയ്യാണ്. ഓളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതിന്റെയൊക്കെ ഇടയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി താരം ഇത്രയെങ്കിലും കാണിച്ചില്ലെങ്കിൽ പിന്നെ താരത്തിന്റെ അവസ്ഥ എന്താ ഇവിടെ? അത് മാത്രമല്ല, താരത്തിന് വെല്ലുവിളിയായ ഒരു പുതിയ ഐറ്റം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആരാണത്? കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം യൂണിസെക്സ് ജിം ആണ് ഇന്ന് ഓപ്പൺ ആവാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ഫിറ്റ് പ്രീമിയം യൂണിസെക്സ് ജിം. അതേ മേഖലയിൽ ചെറിയ പ്രായമുള്ള കൗമാരക്കാർ, തുമ്പിയെന്നാറ്റാണ് പേര്, ഓളടക്കം ഇറങ്ങിയിരിക്കുന്നു. വലിയ കോമ്പറ്റീഷൻ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ്. സോ ഈ ഒരു വിഷയത്തിൽ താരത്തെ പൂർണ്ണമായും നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കത്തില്ല. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ എക്സ്പോസിങ് ചെയ്യുന്ന രീതിയിലേക്ക് താരം മാറിയേക്കാം. എന്താണ് താരത്തിന്റേതായി പുറത്തിറങ്ങുന്ന പുതിയ ആൽബത്തിന്റെ അപ്ഡേറ്റ്? വരട്ടെ. പിന്നെ 26-27 ദാസേട്ടൻ കോഴിക്കോട്, ഞാൻ മറ്റേ പ്രതീക്ഷ, അക്ഷയ്, ഞങ്ങൾ ഒരുമിക്കുന്ന RJ ലച്ചുവിന്റെ ഡയറക്ഷനിൽ മന്ദാരച്ചേലിന് ശേഷം അടുത്ത ഹിറ്റ് ആൽബം ഷൂട്ടാണ് 26-27. അതെ, RJ ലച്ചു വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ നെയിം തന്നെയാണ് RJ ലച്ചുവിന്റെ മന്ദാരച്ചേല് നമ്മൾ കണ്ടതാണ്. മന്ദാരച്ചേലിൽ ദാസേട്ടനുമായിട്ടുള്ള കിടപ്പറ രംഗം മിഴിച്ചേരുന്ന രംഗങ്ങൾ കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയായിരുന്നു. അടുത്ത ആൽബത്തിൽ, വരാൻ പോകുന്ന ആൽബത്തിൽ ദാസേട്ടൻ മാത്രമല്ല 3 പഹയന്മാരാണ് നായകന്മാരായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 3 പേരോടൊപ്പമുള്ള കിടപ്പറ രംഗങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും താരത്തെ കൂടുതൽ കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്ന ആൽബം തന്നെയായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. എനിവേ, ഈ ഒരു വിഷയത്തിൽ താരത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ നമുക്കാവുന്നില്ല. അതേ മേഖലയിലുള്ള കടുത്ത കോമ്പറ്റീഷൻ മൂലമായിരിക്കാം ഒരു വിഷയ താരം ഈ രീതിയിൽ മാറിടം തുറന്ന് കാണിക്കാനുണ്ടായ സാഹചര്യം. അത് തന്നെയാണ് നമ്മുടെ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. तुला बटर का तू वट्टन